ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് നമ്മുടെ +1 സ്റ്റുഡൻസ് മുതൽ CA, CMA, CS ഇൻ്റർമീഡിയറ്റ് വരെയുള്ള സ്റ്റുഡൻസിന് ഇത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു ഏരിയയാണ്, ചാപ്റ്ററാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ, ആദ്യം നമുക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് പരിശോധിക്കാം. ഓക്കെ, ഡിപ്രീസിയേഷൻ്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ്. വൺ വേർഡ് നമ്മൾ മീനിങ് പറയുകയാണെങ്കിൽ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിനുണ്ടാകുന്ന വാല്യൂയിലുണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ജനറലി നമുക്കൊരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വാല്യൂയിലുണ്ടാകുന്ന കുറവ് പല റീസൺ കൊണ്ട് വരാം. ബൈ യൂസേജ് ഓഫ് പാസേജ് ഓഫ് ടൈം, ബൈ യൂസേജ്, അതുപോലെ എന്തെങ്കിലും ഔട്ട് ഓഫ് ഇതാവുന്നു, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, അബ്സോളസൻസ് ആവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻ കൊണ്ട് അസറ്റിനുണ്ടാകുന്ന വാല്യൂയിലുണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ICMA ലണ്ടൻ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത് ഇതാണ്: ദ ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിമിന്യൂഷൻ ഇൻ ഇൻട്രൻസിക് വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു യൂസ് ഓർ ലാപ്സ് ഓഫ് ടൈം. പിന്നെ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ് ഈ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ലോസ്, ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതുമായിട്ട് സിമിലർ മീനിങ് വരുന്ന രണ്ട് വേർഡിങ് കൂടെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഡിപ്ലീഷൻ. അപ്പോൾ ഡിപ്ലീഷനൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഡിപ്ലീഷൻ എന്നുള്ള വേർഡ് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ അങ്ങനെയുള്ള ഇപ്പോൾ ഈ നമ്മൾ വേസ്റ്റിംഗ് അസറ്റ്, അതായത് നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോൾ മൈൻസ് ഇപ്പോൾ കോൾ മൈൻസ് ഒക്കെ അറിയാമല്ലോ, കൽക്കരി ഖനനം നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പർട്ടിക്കുലർ സ്പോട്ടിൽ നമ്മൾ ഇത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് ബേസ് വെച്ചായിരിക്കും ആരുടെ എന്തെങ്കിലും ലീസിന് എടുക്കുന്നത്. ആ പർട്ടിക്കുലർ ലാൻഡ് ലോഡിൻ്റെ ഈ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും ലീസിന് എടുക്കുക. അപ്പോൾ അവർ ഇത്ര അവിടെ നമുക്കുള്ള ഒരു സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 10,000 ടൺ നമുക്ക് കോൾ അവിടെ സപ്പോസ് അവിടെ സ്റ്റോറേജ് ഉണ്ടെന്നുള്ള അസംഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ബേസ് വെച്ചായിരിക്കും ഇയാൾ ലീസിന് എടുക്കുന്നത്. ഫോർ ദാറ്റ് യു ആർ പേയിങ് 1 lakh, 1 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോൾ 1 lakh rupees കൊടുക്കുന്ന ഫോർ ഈ 10,000 ടൺ ഇതിന് വേണ്ടിയാണ് ആ ലീസ് റെൻ്റായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോ വർഷം എത്രത്തോളം നമ്മൾ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തുകൊണ്ടോ അതിരുന്ന് ആ നമ്മൾ കൊടുത്ത പൈസ വാല്യൂ കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ 10,000-നാണ് ഈ 1 lakh കൊടുത്തത്, 5,000 നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത 1 lakh-ന് നേരെ 50,000 കുറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഏത് വേർഡ് ഉപയോഗിക്കുന്നത്, ഡിപ്ലീഷൻ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു വേർഡ് സാധാരണ ഉപയോഗിക്കുന്ന വേർഡാണ് അമോർട്ടൈസേഷൻ. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്ന ഗുഡ് വിൽ, ഒരു റെപ്യൂട്ടേഷൻ, ഫാമിലുണ്ടാകുന്ന റെപ്യൂട്ടേഷൻ ഇടുന്ന വിലയാണ് ഗുഡ് വിൽ. അതുപോലെ പാറ്റൻറ്റ്, കോപ്പി റൈറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന സംഭവം ദാറ്റ് ഈസ് ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുന്നു, ഒരു എമൗണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കുന്നു, അത് 4-5 വർഷം കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ആ ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വേർഡാണ് അമോർട്ടൈസേഷൻ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അസറ്റിനുണ്ടാകുന്ന വാല്യൂയിലുണ്ടാകുന്ന കുറവാണ് ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ ആയാലും ഡിപ്ലീഷൻ ആയാലും അമോർട്ടൈസേഷൻ ആയാലും സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സാധാരണ മെയിനായിട്ട് വരുന്ന കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്തൊക്കെയാണ്? മെയിൻ ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന റീസൺ നമ്മൾ ആൾറെഡി ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് വെയർ ആൻഡ് ടയർ, അല്ലേ, ഡ്യൂ ടു യൂസേജ് ആൻഡ് പാസേജ് ഓഫ് ടൈം. തേയ്മാനം കണ്ടിന്യൂസ് യൂസ് കൊണ്ടും പഴക്കം കൊണ്ടും ഒക്കെ സംഭവിക്കുന്ന ഒരു അതാണ് ഒരു റീസൺ. അനദർ റീസൺ എന്ന് പറയുന്നത് എക്സ്പിറേഷൻ ഓഫ് ലീഗൽ റൈറ്റ്. ചില അസറ്റ്സ് ഒക്കെ നമുക്കൊരു ഇത്ര വർഷത്തേക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് കിട്ടും, എന്തെങ്കിലും ഒരു പെർമിഷൻ കിട്ടുന്നു. അപ്പോൾ ആ പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ആ ലാപ്സ് ആവും, കൊടുക്കുന്ന പൈസ കഴിയും. ഓക്കെ, അതുപോലെ ഒബ്സോളസൻസ്, അബ്നോർമൽ ഫാക്ടേഴ്സ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കാം. അപ്പോൾ എന്തായിരുന്നാലും അസറ്റിന് എക്സിസ്റ്റിംഗ് കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന ഈ കുറവെല്ലാം നമ്മൾ ഏതിനെ ബാധിക്കും, ഈ ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് വരും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഒരു അസറ്റ്, നമ്മളൊരു ഫിക്സഡ് അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് കുറച്ച് പഠിച്ചവർക്കൊക്കെ അറിയാം,
ഫിക്സഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു അസറ്റ് വാങ്ങിയാൽ അത് നമ്മൾ സാധാരണ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുന്ന നോമിനൽ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും ഇത് എടുക്കില്ല. ബിക്കോസ് ഇതെന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടായിരിക്കും സാറിന് കാണിക്കുന്നത്. ബിക്കോസ് ഒരു അസറ്റ് മേടിച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോകുന്നില്ല. ബട്ട് നമ്മളൊരു അസറ്റ് മേടിച്ചു, ഒരു മെഷീനറി ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50,000 മേടിച്ചു. ഈ മെഷീനറി നമ്മൾ മറ്റുള്ള നമ്മൾ പ്രൊഡക്ഷൻ പർപ്പസിന് മെഷീനറി നമ്മൾ ഉപയോഗിക്കും അല്ലേ, ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ ചെയ്യും. അപ്പോൾ ഈ 50,000 വാങ്ങിച്ച മെഷീനറി നമ്മൾ പ്രൊഡക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ മെഷീനറി യൂസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയലിന് നമ്മൾ ക്യാഷ് വെളിയിൽ കൊടുത്ത് വാങ്ങണം, ലേബറിന് സാലറി കൊടുക്കണം, പവർ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കണം, ഇതെല്ലാം അടയ്ക്കണം. മെഷീനറി സാധാരണ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമുക്ക് ചിലവായിട്ടൊന്നും കൊടുക്കുന്നില്ല. ബട്ട് ഈ മെഷീനറിയും ഇവർക്കൊപ്പം മെഷീനറിയും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ മെഷീനറിയുടെ ഭാഗത്തുണ്ടാകുന്ന എഫേർട്ട് അതും കൂടി നമ്മൾ മെഷീനറിക്കും കൂടി നമ്മൾ ഈ പറഞ്ഞ കണക്ക് അവർക്ക് കൊടുക്കുന്ന പോലെ ഒരു എമൗണ്ട് റെമ്യൂണറേഷൻ പോലെ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന കോസ്റ്റ് യഥാർത്ഥ കോസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ കാരണം എല്ലാവരും ചെയ്യുന്നു മെഷീനറി ഫിക്സഡ് അസറ്റാണ്, അതിന് ഡിപ്രീസിയേഷൻ ഒന്നും ചാർജ് ചെയ്യാതിരുന്നാൽ നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ കോസ്റ്റ് ആയിരിക്കില്ല. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മെഷീനറി ഇപ്പോൾ 50,000 വാങ്ങിച്ച മെഷീനറി ഈ വർഷം ഉപയോഗിക്കുന്നു, അതിന് കുറേ തേയ്മാനം സംഭവിക്കുന്നു, ആ ലോസ് അവിടെ ആൾറെഡി നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മളത് പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ നഷ്ടമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഒന്ന്, ഈ മെഷീനറിക്ക് വന്ന തേയ്മാനം ലോസ് നമ്മൾ അക്കൗണ്ട് ചെയ്യാത്തതുകൊണ്ട് പ്രോഫിറ്റ് ഓവറായിട്ട് കാണിക്കും അല്ലേ, പ്രോഫിറ്റ് അവിടെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. ഈ പ്രോഫിറ്റ് കൂടിയാൽ എന്തായിരിക്കും പ്രശ്നം, അതിനും കൂടി നമ്മൾ ടാക്സും കൊടുക്കണം. ആക്ച്വലി നമ്മുടെ ബിസിനസ്സിൽ മെഷീനറിക്ക് ഉണ്ടാകുന്ന തേയ്മാനം ലോസ് നമ്മൾ കണക്കിൽ എടുക്കാതിരുന്നാൽ നമുക്ക് വരുന്ന അപാകതകൾ ഇതൊക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്നുള്ള അതിൻ്റെ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതിൽ പറയുന്ന പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, അതിനകത്തൊന്ന് പറയുന്നത് മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഒരു മെഷീനറി മെഷീനറി പ്രവർത്തിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം മെറ്റീരിയലും ലേബറും പവറും എല്ലാം നമ്മൾ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ മാത്രം ചാർജ് ചെയ്യാതിരുന്നാൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് യഥാർത്ഥ കോസ്റ്റ് അല്ല. അത് വെച്ച് നമ്മൾ ലാഭം കണ്ടുപിടിക്കുമ്പോഴും അത് കറക്റ്റ് ആവില്ല. അപ്പോൾ അത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എഫക്റ്റ് തന്നെയാണ് കൺസിഡറേഷൻ ഓഫ് ടാക്സ് അല്ലേ. ടാക്സിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ മെഷീനറിക്ക് ഉണ്ടാകുന്ന ലോസാണ്, നമ്മളൊരു എക്സ്പെൻസ് തന്നെയാണ്. അത് കൺസിഡർ ചെയ്യാതിരുന്നാൽ പ്രോഫിറ്റ് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. ദാറ്റ് പ്രോഫിറ്റ് ആൾസോ വി ആർ പേബിൾ ടു ടാക്സ്. അതിനും നമ്മൾ ടാക്സ് ലയബിലിറ്റിയും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അഡീഷണൽ ആയിട്ട് നമുക്ക് ലോ സംഭവിക്കും. അതുപോലെ ട്രൂ ആൻഡ് ഫയർ ഫൈനാൻഷ്യൽ പൊസിഷൻ, അത് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളൊരു മെഷീൻ മേടിച്ചു എന്ന എക്സാമ്പിൾ പറഞ്ഞു, അതിന് 10 വർഷം ലൈഫ് ടൈം ഉണ്ട്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് 50,000 അതിൻ്റെ ഒരു നോർമൽ നമ്മൾ പറഞ്ഞതൊക്കെ ഏതെങ്കിലും ഒരു എടുത്താലും കുറച്ച് വില ഒരു 5,000 വ്യത്യാസം വന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓരോ വർഷം കഴിഞ്ഞു ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമെങ്കിൽ ഓരോ വർഷം അസറ്റിൻ്റെ വില കുറഞ്ഞു വരും. അപ്പോൾ എക്സാമ്പിൾ ഒരു ആഫ്റ്റർ 5 ഇയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഡിപ്രീസിയേഷൻ മെഷീനറിയുടെ വില 25,000. ഓക്കെ ഫൈൻ, നമ്മൾ വിൽക്കാൻ പോയാലും ആൾമോസ്റ്റ് ആ വില തന്നെ കിട്ടും, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അല്ലേ. നേരെ മറിച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാതിരുന്നുവെങ്കിൽ നമ്മളൊരു ഒരു മെഷീനറി മേടിച്ചു, ആഫ്റ്റർ 5 ഇയേഴ്സ് ആ സെയിം ഫിഗർ തന്നെ ബാലൻസ് ഷീറ്റിൽ 50,000 ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ആ ബാലൻസ് ഷീറ്റ് നമുക്ക് യഥാർത്ഥ ഒരു ബാലൻസ് ഷീറ്റ് ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ആ അസറ്റ് നമ്മൾ വിൽക്കാൻ പോയാൽ അത് കാണുന്നതിൻ്റെ പകുതി വില പോലും കിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് അസറ്റിൻ്റെ വില കുറയും. അത് നമ്മൾ ബുക്ക് വാല്യൂയും റിയൽ വാല്യൂ ആയിട്ട് നമുക്ക് ഏറെക്കുറെ അടുത്തെത്താൻ സാധിക്കും. അതാണ് അനദർ റീസൺ പറയുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ കംപ്ലയൻസ് വിത്തില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഇൻകം ടാക്സ് റൂൾസ് പ്രൊവിഷൻ ഉണ്ട്, കമ്പനീസ് ആക്ട് പ്രൊവിഷൻ പറയുന്നില്ല. നമ്മൾ ആ റൂൾസൊക്കെ നമ്മൾ കംപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറി പാർട്ടിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഡിപ്രീസിയേഷൻ, അതിൻ്റെ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെയിനായിട്ട് വരുന്ന ഐറ്റം ഒന്ന്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതൊന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. ഒന്നെന്താണ്, ഡിപ്രീസിയേഷൻ കാണണമെങ്കിൽ നമുക്ക് കോസ്റ്റ് നിർബന്ധമായിട്ട് അറിയണം.
ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അറിയണം. അതുപോലെ ഈ മെഷീനറിയുടെ ലൈഫ് ടൈം, എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യം അറിയണം. അതുപോലെ ഇവിടെ മെഷീനറി എന്നൊക്കെ പറയുമ്പോൾ മെഷീനറിയും മറ്റുമൊക്കെ ഇരുമ്പും ചെമ്പും ഒക്കെ ഉള്ള കോപ്പർ പാർട്ടും ഒക്കെ അയൺ കണ്ടന്റും ഒക്കെ ഒരുപാട് കാണും. അപ്പോൾ ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇത് സ്ക്രാപ്പ് ആയാലും ഇത് വിറ്റാലും നമുക്ക് കിട്ടും, സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ ആ സ്ക്രാപ്പ് വാല്യൂ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം നമുക്ക് നിർബന്ധമായിട്ട് അറിയണം. ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ വില അറിയണം. അതുപോലെ എസ്റ്റിമേറ്റഡ് റെസിജ്വൽ വാല്യൂ ഓർ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, മെഷീനറി ഈ പറഞ്ഞ ലൈഫ് ടൈം കഴിഞ്ഞു, അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നാൽ നമ്മളിതെടുത്ത് കളഞ്ഞാലും വേസ്റ്റ് കളയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വില, അതിനെയാണ് എസ്റ്റിമേറ്റഡ് റെസിജ്വൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. അപ്പോൾ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു മെഷീനറി ഇപ്പോൾ 1 lakh rupees വാങ്ങുന്നു. ഇപ്പോൾ ഒരു 5,000 അല്ലെങ്കിൽ 10,000 ആണ് നമ്മളെ സ്ക്രാപ്പ് വാല്യൂ എങ്കിൽ ആ 1 lakh നിന്ന് 10,000 കുറച്ചാൽ ബാക്കി 90,000. നമ്മൾ ഈ 90,000 നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബിക്കോസ് 1 lakhൽ 10,000 ഗ്യാരൻറ്റീഡ് ആണ്, നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അപ്പോൾ ഈ 90,000 ആണ് നമ്മൾ ഈ പറഞ്ഞ ലൈഫ് ടൈമിനകത്ത് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ആ പാർട്ടിനാണ് നമ്മൾ ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ നിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീഷ്യബിൾ കോസ്റ്റ് കിട്ടും. പിന്നെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇൻ ഇയേഴ്സ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ അവേഴ്സ് ആയിരിക്കും. ഇപ്പം വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ മൈലേജ് ഇത്ര കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഇങ്ങനെ പല പല റേഞ്ച് ഉണ്ടാവും. അപ്പോൾ യൂസ്ഫുൾ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്ന അത്രയുള്ള എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. അത് ഏത് വേണോ നേച്ചർ അനുസരിച്ച് മാറാം. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കുള്ളത് മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾമോസ്റ്റ് നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്ന ഒരു 10 മെത്തേഡ്സ് ഉണ്ട്. 10 മെത്തേഡ്സ്. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതുപോലെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അതുപോലെ ആന്യൂറ്റി ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി, മെഷീൻ അവറേജ്, മൈലേജ്, സം ഇയേഴ്സ് ഡിജിറ്റ് യൂണിറ്റ് മെത്തേഡ്, അതുപോലെ റീവാല്യൂഷൻ മെത്തേഡ്, ഡിപ്രീഷൻ മെത്തേഡ്. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഏത് മെത്തേഡ് വേണോ ഇത് പറയും. ഇപ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് മിക്കവാറും ഈ +1 +2 സ്റ്റുഡൻസിന് മെയിനായിട്ട് ഈ ആദ്യത്തെ 2 പാർട്ടാണ് എനിക്കിന്ന് മെയിനായിട്ട് കവർ ചെയ്തേക്കുന്നത്. ബാക്കി മറ്റുള്ളത് ഈ പറഞ്ഞ സബ്സിക്വൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ് സ്റ്റഡി നടത്തുന്ന സ്റ്റുഡൻസിന് വെറും ബികോമിന് കുറച്ച് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ CA ഇൻ്റർമീഡിയറ്റ്, CS ഇവർക്കെല്ലാം കൂടി ആൾമോസ്റ്റ് മൊത്തം നമുക്ക് ഡിപ്രീഷൻ്റെ ഈ എല്ലാ ഫോംസും കറക്റ്റ് കവർ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈ എല്ലാ ചാപ്റ്ററിൻ്റെയും ഓരോ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ എൻ്റെ ഈ വീഡിയോയിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാം ഈ ഒറ്റ വീഡിയോയിൽ തീരില്ല, വളരെ ലെങ്തി ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും ഇടാൻ ഉദ്ദേശിക്കുന്നത്. 2 ചില സമയത്ത് 3 ആകാൻ സാധ്യതയുണ്ട്. അത് നോക്കാം, എൻ്റെ ടൈം അനുസരിച്ച് ഇടുന്നതായിരിക്കും. ഓക്കെ. ഇന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 2 മെത്തേഡാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷ് ബാലൻസ് മെത്തേഡും. ഓക്കെ. ഇതിൽ ആദ്യത്തെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു മെഷീനറിക്ക് ഉണ്ടാകുന്ന ഡിപ്രീഷ്യബിൾ കോസ്റ്റ് അല്ലേ. ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ മെഷീനറിക്ക് ഉണ്ടാകുന്ന ലോസ് നമ്മൾ കവർ ചെയ്യാണ് ഡിപ്രീസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മെഷീനറിയുടെ ഈ ഡിപ്രീസിയേഷൻ്റെ പേരും പറഞ്ഞ് നമുക്ക് അതിനകത്ത് ലാഭം ഉണ്ടാക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ കോസ്റ്റിൽ ഇപ്പോൾ സ്ക്രാപ്പ് വാല്യൂ കുറച്ച് ബാക്കി എത്രയാണോ നമുക്ക് ഈ ത്രൂ ഔട്ട് ലൈഫ് ടൈമിൽ കവർ ചെയ്യേണ്ട ആ പോർഷനാണ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. അപ്പോൾ ആ ഡിപ്രീഷ്യബിൾ കോസ്റ്റിന് നമ്മൾ ത്രൂ ഔട്ട് ഇവൻലി ഒരു ഈക്വൽ എമൗണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ എസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. Under this method, the amount of depreciation charged during the period is constant. Amount charged during the period is constant. For example, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മെഷീനറിക്ക് ഇത്ര വർഷം ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷൻ. The depreciable cost is evenly distributed throughout the life of the asset. Clear ആയല്ലോ? അത്രയേ ഉള്ളൂ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ദെൻ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഒറിജിനൽ കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, ലൈഫ് ടൈം
തന്നിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ കാണാം. അല്ലെങ്കിൽ നമ്മളൊരു അസറ്റ് മേടിച്ചു, അതിന് ഇത്ര പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ, ഒറിജിനൽ കോസ്റ്റിൻ്റെ ഇത്ര ശതമാനം, ഇങ്ങനെ രണ്ട് രീതിക്ക് ക്വസ്റ്റ്യൻ വരാം. ഇപ്പം ആദ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പം എക്സ് പർച്ചേസ്ഡ് മെഷീനറി ഫസ്റ്റ് ഏപ്രിൽ 65,000, എക്സ്പെക്റ്റഡ് ലൈഫ് 10 years, സ്ക്രാപ്പ് വാല്യൂ 5,000, ഇത്രയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇവിടെ മെഷീനറി മേടിക്കുന്ന ഡേറ്റ്, അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യം നമ്മൾ ഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സ്പെസിഫിക് ആയിട്ട് വായിച്ച് നോക്കണം. ഈ മെഷീനറി പുതുതായിട്ട് വാങ്ങുന്ന ഡേറ്റ്, അതുപോലെ അക്കൗണ്ട് ഓരോ വർഷം ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ മസ്റ്റായിട്ട് നോക്കണം. ബിക്കോസ് മിക്കവാറും ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ എല്ലാം വി ആർ ഫോളോയിങ് ഫിനാൻഷ്യൽ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മിക്കവാറും 31st March ആയിരിക്കും ക്ലോസിങ്. ബട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പലതും ചില ഡിസംബറിലൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഡേറ്റ്. അതുപോലെ ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോഴേ ഡേറ്റ് കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സൂക്ഷിച്ച് വേണം ഡീൽ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ഫസ്റ്റ് ഏപ്രിൽ 2015 നമ്മൾ 65,000 ഒരു മെഷീൻ മേടിച്ചു. ലൈഫ് പറയുന്നുണ്ട് 10 years, സ്ക്രാപ്പ് വാല്യൂ 5,000 പറയുന്നുണ്ട് അല്ലേ, പ്രിപ്പയർ 30, ഇത്ര കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്രീസിയേഷൻ കാണാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഡിപ്രീഷ്യബിൾ കോസ്റ്റിനെ ഈവൻലി ത്രൂ ഔട്ട് ദ ലൈഫ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോർമുല ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഡിപ്രീഷ്യബിൾ കോസ്റ്റ് അല്ലേ. ഈ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. അതിനെ നമ്മൾ പറഞ്ഞില്ലേ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ലൈഫ് ടൈം. അപ്പോൾ എത്ര വർഷമാണ് ലൈഫ് ടൈം? അപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം എന്ന് പറയുന്നത് ഓഫ് അസറ്റ് തന്നിട്ടുണ്ട്, അവർ 10 years എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ, അതായത് ഡിപ്രീഷ്യബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ലൈഫ് ടൈം, എസ്റ്റിമേറ്റഡ് ലൈഫ്. അപ്പോൾ ഇവിടെ നമ്മൾ 65 - 10, അപ്പോൾ 6,000 പെർ ആനുമാണ് നമ്മൾ ഒരു വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡിപ്രീസിയേഷൻ പെർ ആനം. അപ്പോൾ ഇവിടെ ആണ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഡേറ്റും ഇതുമായിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ ഒരു മെഷീനറി വാങ്ങുന്ന വർഷവും വിൽക്കുന്ന വർഷവും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ വാങ്ങുന്ന എക്സാക്ട് ഫസ്റ്റ് ഏപ്രിൽ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിഡിൽ ഓഫ് ദ ഏത് ഇയറിൽ ഏത് പീരീഡിൽ വേണോ വാങ്ങാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഇയറിൽ മാത്രം ഡിപ്രീസിയേഷൻ വിൽ റെഡ്യൂസ് പ്രൊപ്പോർഷനേറ്റ്ലി. അവിടെ നമുക്ക് 6,000 എടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഏപ്രിലിന് പകരം ഈ മെഷീൻ വാങ്ങുന്നത് ഇപ്പോൾ 1st October ആണെന്ന് വയ്ക്കുക. 1st October ആണെങ്കിൽ ഈ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയർലി 6,000 വന്നാലും നമ്മൾ ആദ്യത്തെ വർഷം അതിൻ്റെ പകുതി 3,000 എടുക്കാവും. മനസ്സിലായില്ല? അപ്പോൾ അത്രയും കൂടി നമുക്ക് 6 months ലാസ്റ്റ് ഇയറിൽ കിട്ടും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നമ്മൾ ഡേറ്റ് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല, 6,000 പെർ ആനം എല്ലാ ഫുൾ ഇയർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി മെഷീനറി അക്കൗണ്ട് വരയ്ക്കുന്ന കാര്യം, അക്കൗണ്ട് സിമ്പിൾ ലെഡ്ജർ അക്കൗണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഡിപ്രീസിയേഷനെ കണക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലെഡ്ജർ അക്കൗണ്ട് ആണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വിടുക, നമുക്ക് സ്ഥലം കൂടുതൽ വിടേണ്ടി വരും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വിടണം. എന്നിട്ട് മെഷീനറി അക്കൗണ്ട്, നമ്മൾ അക്കൗണ്ട് ലെഡ്ജർ തന്നെയാണ്, ഡേറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. എന്നിട്ട് നമ്മളിവിടെ 1ാം തീയതി മെഷീനറി മേടിക്കുന്നു, നമ്മൾ മെഷീനറി മേടിക്കുന്നു ടു ബാങ്ക് അല്ലേ, പർച്ചേസ് മെഷീനറി 65,000. ഇപ്പോൾ മെഷീനറി അക്കൗണ്ട് 1st April 2000 ടു ബാങ്ക് 65,000. പിന്നെ ഈ ക്വസ്റ്റിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നമ്മൾ ഡിപ്രീസിയേഷൻ ആൾറെഡി വർക്കൗട്ട് ചെയ്ത് വെച്ചു, അത് എല്ലാം. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് ഇപ്പോൾ നമ്മൾ 1/4/2015 എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഡേറ്റ് 31/3/2016 ആണ് ക്ലോസിംഗ് ഡേറ്റ്. ആ ക്ലോസിംഗ് ഡേറ്റിൽ ബൈ ഡിപ്രീസിയേഷൻ, അത്രയേ ഉള്ളൂ. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ബാലൻസ് ക്യാരി ഡൗൺ എഴുതേണ്ടത്, ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ എപ്പോഴും എഴുതേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഇയർ ആയിരിക്കണം. ആ വർഷത്തിൻ്റെ അവസാനമായിരിക്കണം ക്യാരി ഡൗൺ ചെയ്യേണ്ടത്. ബട്ട് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ട എപ്പോഴും ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് ഇയർ ആയിരിക്കും ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈനാൻഷ്യൽ ഇയർ ആണ്. 1/4/2015 സ്റ്റാർട്ട് ചെയ്താൽ 31/3/2015 ക്ലോസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/16. ഓക്കെ, ടു ബാലൻസ് ബോട്ടൺ അഗൈൻ നെക്സ്റ്റ് ഇയറും ബൈ ഡിപ്രീസിയേഷൻ വീണ്ടും ക്ലോസ് ചെയ്യും. അപ്പോൾ ലെഡ്ജർ ബാലൻസ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം ആൾറെഡി എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് ജേണൽ ലെഡ്ജർ പോസ്റ്റിങ്ങും ബാലൻസിങ്ങും ഒക്കെ പഠിച്ചു വന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ ബാലൻസ് ചെയ്യുന്ന ആ സിസ്റ്റം തന്നെ ഇവിടെ എല്ലായിടവും ഫോളോ ചെയ്യണം. നമ്മൾ പർച്ചേസ് ചെയ്ത് 65,000 ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, കൂട്ടി എഴുതുക 59,000. നെക്സ്റ്റ് ബ്രോഡ് ഡൗൺ ചെയ്യുക. അടുത്ത വർഷം വീണ്ടും ഡിപ്രീസിയേഷൻ 6,000, 59,000. ആ ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കി 53, ഇങ്ങനെ നമ്മൾ എഴുതുക. ക്ലിയർ ആയല്ലോ?
ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ചോദിക്കുന്ന രീതി ഇതാണ്. ഇവിടെ ഫസ്റ്റ് ഏപ്പിൾ മിഷനറി 50,000 സ്പെൻഡ് 10,000. അപ്പോൾ ഇതും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മളൊരു മെഷീനറി മേടിച്ചു കഴിഞ്ഞാൽ ആ മെഷീനറി പുട്ട് ഇൻ ടു യൂസ്, അതായത് യൂസ് ചെയ്യുന്ന വരെ അതായത് നമ്മൾ റെഡി ആയിട്ട് യൂസിങ് ആ മെഷീനറി നമ്മൾ ശരിക്കും പ്രൊഡക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന കണ്ടീഷൻ ആകുന്നവരെ എന്ത് ചിലവ് വന്നാലും ആൾ എക്സ്പെൻസ് മസ്റ്റ് ബി ക്യാപിറ്റലൈസ്ഡ്. അത് മുഴുവൻ ക്യാപിറ്റലൈസ്ഡ് അസറ്റിൻ്റെ വിലയായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മളൊരു മെഷീൻ വാങ്ങി അതിന് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നു, ഇവിടെ വന്നത് ഇറക്ഷൻ ചാർജ് കൊടുക്കുന്നു, അങ്ങനെ എന്ത് ചിലവ് വന്നാലും മസ്റ്റ് ഡെബിറ്റ് വിത്ത് മെഷീനറി അക്കൗണ്ട്. ആ അസറ്റിൽ തന്നെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫർണിച്ചർ വാങ്ങിയാലും സെയിം. അപ്പോൾ നമ്മളൊരു പുതിയ ഫർണിച്ചർ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അതിൽ എന്ത് ഫിറ്റിംഗ് ചാർജ് വന്ന് എല്ലാം റെഡിയാക്കി വർക്കിംഗ് കണ്ടീഷൻ ആവുന്നവരെ എന്ത് ചെയ്താലും ഓക്കെ. അല്ലാതെ നമ്മൾ മെഷീൻ വന്നു അടുത്ത് നമ്മൾ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോർമൽ റിപ്പയർസ് മെയിൻ്റനൻസ് വരുന്നത് ഇതിൽ വരില്ല. പക്ഷെ പുതിയ മെഷീൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആവുന്നവരെയുള്ള ചിലവാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 50,000 മെഷീൻ 10,000 ഇറക്ഷൻ ചിലവ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 60,000 തന്നെ എഴുതണം. ടു ബാങ്ക് 60,000. ക്ലിയർ ആയോ? എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ വേറെ കാര്യം പറയുന്നത്, നമ്മൾ നേരത്തെ കണക്ക് ഒറിജിനൽ സ്ക്രാപ്പ് വാല്യൂ ലൈഫ് ടൈം തന്നിട്ടില്ല, പകരം അവർ തന്നേക്കുന്ന ഡിപ്രീസിയേഷൻ 10% പെർ ആനം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ 10% പെർ ആനം, 10% ഫിക്സഡ് ഡിപ്രീസിയേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഇതിൽ നമ്മൾ പറഞ്ഞു ആ പേരിൽ തന്നെ ഒരു വേർഡും കൂടെ ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമ്മൾ ഒറിജിനൽ കോസ്റ്റിൻ്റെ വേണം പെർസെൻറ്റേജ് എടുക്കാം. പെർസെൻറ്റേജ് തരുന്ന ക്വസ്റ്റ്യനിൽ ഒറിജിനൽ കോസ്റ്റിൻ്റെ വേണം 10% എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 10%, അപ്പോൾ ഇവിടെ നമ്മൾ 50 + 60യുടെ 10%, 6,000 ആണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അത്രയും കണ്ടു കഴിഞ്ഞാൽ സെയിം തന്നെ നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത അതേ ഫോം തന്നെയാണ്. ടു ബാക്ക് ബൈ ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യുക, ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ എഴുതുക. ക്ലിയർ ആയല്ലോ. ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയും. ഡിമിനിഷിംഗ് ബാലൻസ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നൊക്കെ പറയും. ഓക്കെ, റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മെഷീൻ മേടിക്കുന്നു, 1 lakh rupees, എക്സാമ്പിൾ 1 lakh rupeesൻ്റെ മെഷീൻ മേടിക്കുന്നു, ഒരു 10% ഡിപ്രീസിയേഷൻ പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം ഫുൾ ഇയർ യൂസ് ചെയ്തെന്ന് വയ്ക്കുക, അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വർഷം 1 lakhൻ്റെ 10%, 10,000 ഡിപ്രീസിയേഷൻ ആയി, ബാക്കി 90,000 നെക്സ്റ്റ് ഇയർ ബ്രോഡ് ഡൗൺ ചെയ്യും. നെക്സ്റ്റ് ഇയർ യു ഹാവ് ടു കാൽക്കുലേറ്റ് 10% ഓഫ് 90,000, നോട്ട് 1 lakh. അതാണ് ഇവിടെ വരുന്ന വ്യത്യാസം, റിട്ടേൺ ഡൗൺ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം. എല്ലാം വളരെ സിമ്പിളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, വളരെ കാൽക്കുലേഷൻ മാത്രം അല്പം ശ്രദ്ധിച്ചാൽ. ഫസ്റ്റ് ഏപ്രിൽ 2005 പർച്ചേസ്ഡ് മെഷീനറി 75,000. ഇവിടെ 75,000 മെഷീനറിയുടെ കോസ്റ്റ് വന്നു. പിന്നെ സ്പെൻഡ് 5,000 ഫോർ ട്രാൻസ്പോർട്ടേഷൻ 5,000 വന്നു. ദെൻ 10,000 ഫോർ ഇറ്റ്സ് ഇറക്ഷൻ. അപ്പോൾ 3 പാർട്ടായിട്ട് 3 എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് മെഷീൻ വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് വരെ. 75,000 ട്രാൻസ്പോർട്ടേഷൻ പ്ലസ്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഈ ഫുൾ എമൗണ്ട് 75 + 5 + 10, 80 + 10, 90,000 നമ്മൾ മസ്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യണം. ഫർണിച്ചർ ഈ മെഷീനറിയുടെ കോസ്റ്റായിട്ട് തന്നെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ മെഷീനറി ഡിപ്രീസിയേഷൻ 10% തന്നെയാണ് പറയുന്നത്, വേറെ മറ്റൊന്നുമില്ല. അതുപോലെ ഇവിടെ അവർ ചോദിച്ചേക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ കഴിയുന്നതും നമ്മൾ ഇവിടെ ഈ ഹെഡിങ് കൂടി എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുള്ള എഴുതി പോകുക. അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ കുറച്ചും കൂടി അതിനകത്ത് കാണും. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ കുറച്ചും കൂടെ അതിലോട്ട് ശ്രദ്ധ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് മെഷീനറി അക്കൗണ്ട് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ടു ബാങ്ക് 90,000 കിട്ടിയ മനസ്സിലായല്ലോ. 75 + 5 + 10. ഓക്കെ, 90,000 ആണ് മെഷീൻ മേടിച്ച ടോട്ടൽ കോസ്റ്റ് വന്നേക്കുന്നത്. അത് ടു ബാങ്ക് 1/4/2015. എന്നിട്ട് നമ്മൾ ഇയർ എൻഡ് 31/3/60 ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പോൾ ഇതിൻ്റെ 9,000. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമുക്ക് ബാലൻസ് വന്നേക്കുന്നത് എത്രയാണ്? 81,000. ഇവിടെ ക്യാരി ഡൗൺ ബ്രോ ഡൗൺ 81,000 ആണ് നെക്സ്റ്റ് ഇയർ നമുക്ക് ബാലൻസ് ഷീറ്റ് വന്നേക്കുന്നത്. ക്ലിയർ ആയല്ലോ.
81,000. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ഡിപ്രീസിയേഷൻ കാണേണ്ട 10% ഓഫ് 81,000. അതാണ് ഇവിടെ 8,100 വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം ടു ബാങ്ക് 90,000 ബൈ ഡിപ്രീസിയേഷൻ 9,000. നെക്സ്റ്റ് ഇയർ 81,000ൻ്റെ 10%. എന്നിട്ട് വീണ്ടും ബാലൻസ് ബ്രോഡ് അടുത്ത വർഷം 79,200ൻ്റെ 10%. ഇങ്ങനെ പോകും. ക്ലിയർ ആയോ? ഇതാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് അഡീഷൻ മറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ വർഷം ചേഞ്ചസ് വരും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഏപ്രിൽ 2015 പർച്ചേസ്ഡ് മെഷീനറി 75,000, സ്പെൻഡ് 5,000 ഫോർ ഇറക്ഷൻ. ഓക്കെ, പിന്നെ വീണ്ടും ഒരു അഡീഷൻ വന്നേക്കുന്നു 1 October 2016. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു മെത്തേഡ് ചോദിച്ചേക്കുന്ന ഫിക്സഡ് 2 മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. എനിവേ, അപ്പോൾ നമ്മൾ ഇവിടെ മെഷീനറി അക്കൗണ്ടിൽ ആദ്യം ടു ബാങ്ക് മെഷീനറി ടു ബാങ്ക് ഇവിടെ നമ്മൾ എത്ര രൂപയ്ക്ക് മെഷീൻ മേടിച്ചത്? 75 + 5 80,000. ഓക്കെ, 80,000. എന്നിട്ട് നമ്മൾ അടുത്ത് നോക്കേണ്ട 1/4/2015 നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്നാണ് 31/3/16. ഇവിടെ അഡീഷൻ ഡേറ്റ് നോക്കണം. ഇത് 31/3/16 മുമ്പാണോ അതിന് ശേഷമാണോ നോക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ 1 October 2016 എന്ന് പറയുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, ആദ്യത്തെ വർഷം ധൈര്യമായിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയർ അങ്ങ് ക്ലോസ് ചെയ്യുക. ടു ബാങ്ക് 31/3/16 ബൈ ഡിപ്രീസിയേഷൻ 8,000. ക്ലിയർ ആയോ? എന്നിട്ട് ബ്രോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെക്കൻഡ് ഇയർ നമ്മൾ 110, ഇത് നമ്മൾ 1/4/2016. ഇവിടുത്തെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/17 ആണ്. 31/3/17 ആണ്. ഓക്കെ, അപ്പോൾ 31/3/17 ആകുമ്പോൾ നമുക്ക് അതിന് മുമ്പിലാണ് ഈ ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഡേറ്റ് വന്നുകൊണ്ട് നമ്മൾ ഈ വർഷം ടു ബാലൻസ് ബ്രോഡ് ഡൗൺ കഴിഞ്ഞ് ഈ ടു ബാങ്ക് എഴുതിയിട്ടേ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ പോകാം. ക്ലിയർ ആയോ? അപ്പോൾ ടു ബാങ്ക് 1 October ആണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണും. നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് ഈ കണക്ക് ചെയ്തേക്കുന്നത് അല്ലേ. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം വാങ്ങിയ മെഷീനറി 80,000. ഈ 8,000 എന്നുള്ള ഫിക്സഡ് ആയിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല, എല്ലാ വർഷവും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 8,000 പ്ലസ്. പക്ഷേ ഈ മെഷീനറിയെ സംബന്ധിച്ച് 30,000 ആണ് മെഷീനറിയുടെ കോസ്റ്റ്. 10% ഡിപ്രീസിയേഷൻ വരുമ്പോൾ എത്ര വരും? 3,000. ബട്ട് 3,000 ഡിപ്രീസിയേഷൻ പെർ ആനോ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് 3,000. ബട്ട് ഇവിടെ മെഷീനറി ആക്ച്വലി യൂസ് ചെയ്തേക്കുന്നത് 1 October 2016 തൊട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും പ്രൊപ്പോർഷനേറ്റ് ഇവിടെ കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്ന ഓൺലി ഫോർ 6 months കാണുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 30,000 × 10% × 6/12 അതാണ് ഇവിടെ എടുക്കുന്നത്. ടോട്ടൽ 9,500 രൂപയ്ക്ക് ബാലൻസ് ചെയ്യുക. നെക്സ്റ്റ് ഇയർ തൊട്ട് പ്രശ്നമല്ല, നെക്സ്റ്റ് ഇയർ തൊട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു വർഷം മാത്രമേ ഈ 33,000 പകുതി എടുക്കേണ്ട കാര്യമുള്ളൂ. അടുത്ത വർഷം ആകുമ്പോൾ ദിസ് മെഷീനറി ഈസ് യൂട്ടിലൈസ് ത്രൂ ഔട്ട് ദ ഇയർ, ഫുൾ യൂട്ടിലൈസ് ചെയ്തു. ഈ രണ്ട് മെഷീനറി ഫുൾ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ ആദ്യത്തെ 10%, 8,000ൻ്റെ 10, 80ൻ്റെ 10%, 30യുടെ 10, 11,000. ഇനിയുള്ള കണ്ടിന്യൂഷൻ ഒക്കെ ഇത് തന്നെയായിരിക്കും ഫോളോ. ക്ലിയർ ആയോ? ഇതാണ് അഡീഷൻ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിലും സെയിം കേസ് തന്നെ. നമ്മൾ 80,000 ഒന്നാം തീയതി മേടിച്ചു, 80,000 അല്ലേ, 80,000 മെഷീനറി മേടിച്ചു. ദെൻ ബൈ ഡിപ്രീസിയേഷൻ ആദ്യത്തെ വർഷം 8,000. ഇത് നമ്മൾ ചെയ്യുന്ന ഏത് മെത്തേഡാണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അത് ഓർമ്മ വേണം. ഡിമിനിഷ് അപ്പോൾ ഒന്നാം തീയതി വെച്ച് ബൈ ഡിപ്രീസിയേഷൻ അവിടെ ബാലൻസ് 72,000 വന്നു. വീണ്ടും നമ്മൾ 1/1/2016 പുതിയ മെഷീനറി മേടിച്ചു അല്ലേ. 1/10/2006 വീണ്ടും മേടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ വി ആർ ഫോളോയിങ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ സെക്കൻഡ് ഇയറുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ 72,000ൻ്റെ 10% 7,200 എടുക്കാവും. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ ഈ ബാലൻസിൻ്റെ വേണം 10% എടുക്കാൻ. ഇതിനെ സംബന്ധിച്ച് പ്രശ്നമല്ല, 3,000ൻ്റെ പകുതി 1,500. ഓക്കെ, ബാലൻസ് തൊട്ട്. പിന്നെ നെക്സ്റ്റ് ഇയർ തൊട്ട് നമുക്ക് പ്രശ്നമല്ല. ഇവിടെ എത്ര ബാലൻസ് വരുന്നു ഇതിൻ്റെ 10%, 9,330. അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ അടുത്ത വർഷം ചെയ്യുകയാണെങ്കിൽ ഈ 83,170 വേണം കാണും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് ഇതിനെ നമുക്ക് +2 സ്റ്റുഡൻസിനെ +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ടേക്കാണ്. അതായത് നമ്മളൊരു അസറ്റ് മേടിച്ചു, അസറ്റ് മേടിക്കുക, അഡീഷൻ വരും, എല്ലാം വരും. എന്നിട്ട് അതിൻ്റെ ഒരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ അസറ്റാണ് വാങ്ങി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ വലിയ കൺഫ്യൂഷൻ വരില്ല. കാരണം ആ അസറ്റ് നമ്മൾ എന്ന് വാങ്ങുന്നു, വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടാൽ വിറ്റ വില ബൈ ബാങ്ക് എന്ന് എഴുതി ഓട്ടോമാറ്റിക് അവിടെ പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും.
ബട്ട് നമുക്ക് മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ അസറ്റ് വരുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു വലിയ മെഷീൻ ഒരു 1 lakhൻ്റെ മൊത്തം മെഷീൻ അതിൻ്റെ ഒരു പാർട്ട് 30,000ൻ്റെ ഒരു പാർട്ട് ചിലപ്പോൾ നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞ് വിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻ കൺഫ്യൂഷൻ വരും. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഈ ഇല്ലസ്ട്രേഷനിൽ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 1st April 2015 ഇവിടെ ഒരു എക്സ് പർച്ചേസ്ഡ് മെഷീനറി 75,000, സ്പെൻഡ് 5,000 ഫോർ ഇറ്റ്സ് ഇറക്ഷൻ. അഡീഷൻ മെയ്ഡ് ഓൺ 1st January 2016 ഉണ്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എപ്പോഴും നോക്കണം. ഇപ്പം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1st April 2015 നമ്മൾ മെഷീൻ മേടിച്ചു 75 + 5. ഓക്കെ, അത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ടു ബാങ്ക് 80,000 എഴുതി കഴിഞ്ഞിട്ട് അഡീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാ വെട്ടി കറക്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട 1/4/2015 നമ്മൾ മെഷീൻ മേടിച്ചു. ഇതിൻ്റെ ക്ലോസിംഗ് എന്നാ 31/3/16. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ 31/3/16 മുമ്പ് എന്തെങ്കിലും അഡീഷനോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം എൻട്രി ചെയ്യണം അല്ലേ. നമുക്ക് അത് കഴിഞ്ഞിട്ട് 31/3 ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 1st January 2016 അവർ 30,000 രൂപയുടെ അഡീഷണൽ മെഷീൻ മേടിച്ചേക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പ്രയർ ടു 31st March. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം തന്നെ ഈ 2 എൻട്രിയും വരും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 1-ാം തീയതി ടു ബാങ്ക് 80,000, 1/1/16 30,000. ക്ലിയർ ആയല്ലോ. ഇനി ഡിപ്രീസിയേഷൻ കാണുമ്പം 80,000ൻ്റെ ഫുൾ 1 ഇയർ കാണാം. ബിക്കോസ് 1/4/15 31/3/6 ഫുൾ 1 ഇയർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ 10% ഫുള്ളായിട്ട് എടുക്കാം, കുഴപ്പമില്ല. ബട്ട് ഇത് മേടിച്ചേക്കുന്ന 1/1/16 അല്ലേ. അപ്പോൾ 3,000ൻ്റെ നമുക്ക് എത്ര മാസം ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളൂ? ഓൺലി 3 months. അപ്പോൾ 3 months എടുക്കാം. നമ്മൾ 3,000 നമ്മൾ 10% 3,000 കിട്ടും. അപ്പോൾ 6 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1,500, 3 മാസത്തേക്ക് ആണെങ്കിൽ ഓൺലി 750. അപ്പോൾ നമ്മൾ 750 നമ്മൾ ഈ പർട്ടിക്കുലർ ഇയറിൽ മാത്രം, ഓക്കെ, ഈ വർഷം മാത്രം 750 എടുക്കും. അപ്പോൾ 8750 നമ്മൾ ബാലൻസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്തു. ഇനി അടുത്തത് അവർ വീണ്ടും അടുത്തൊരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി 1st October 2016 ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിച്ചു. അതിൻ്റെ വർക്കിംഗ് എല്ലാം എടുക്കാറക്കാൻ വേണ്ടി നമ്മൾ എക്സ്പെൻസ് ചിലവാക്കി. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി മേടിച്ച് അതിലെന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്ത് പുതിയതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പയറിംഗ് ചാർജ് ആൾസോ ഫോമിങ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ദാറ്റ് അസെറ്റ്. ഓക്കെ, അപ്പോൾ 17,000 3,000 കൂടെ സ്പെൻഡ് ചെയ്തപ്പോഴാണ് അത് വർക്കിംഗ് കണ്ടീഷൻ ആയത്, അല്ലെങ്കിൽ നമ്മുടെ യൂസ് ഫുള്ളായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 20,000 ചിലവായ ഡേറ്റ് എന്ന് പറയുന്നത് 1st October 2016. അപ്പോൾ അതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോസ് ചെയ്തു. നമ്മളിപ്പോൾ 1/4/2016 നിൽക്കുന്നത് അല്ലേ. നമ്മൾ 1/4/2016 നിൽക്കുന്നത്. ടു ബാലൻസ് ബ്രോ ഡൗൺ. ആദ്യത്തെ വർഷം ഓക്കെ ആയല്ലോ, ക്ലിയർ ആയല്ലോ. 8,000 ഇത് വന്നു. ഇതിന് 3 months കണ്ടു. നമ്മൾ ബാലൻസ് ചെയ്തു 101,250 വന്നു. ഇനി നെക്സ്റ്റ് ഇയർ നമ്മളെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/17 അല്ലേ. 31/3/17. അപ്പോൾ അതിന് മുമ്പാണ് 1/10/16 അടുത്ത അഡീഷൻ വന്നേക്കുന്നത് 20. അപ്പോൾ നമ്മളിതും ഇവിടെ എഴുതുക 2,000. ക്ലിയർ ആയല്ലോ, 20,000. എന്നിട്ട് ഇവിടെ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ 2 അസറ്റും ത്രൂ ഔട്ട് ദ ഇയർ ഇവിടെ ഉപയോഗിച്ചു. സംശയമൊന്നുമില്ലല്ലോ. 1/1/16 വാങ്ങിയ മെഷീൻ ആൾറെഡി ബിഗിനിങ് 1st April to 31st March ഇവിടെ ഉണ്ട്. ഈ 2 അസറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2ൻ്റെയും ഫിഗർ അതുപോലെ നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പ്ലസ് ചെയ്യുക 8,000 ഇതിൻ്റെ 10%, 33,000 പ്ലസ് ഇത്. പക്ഷേ നമ്മൾ എന്നാ മേടിച്ചേക്കുന്ന 1st October 2016 വാങ്ങിച്ചേക്കുന്നത്. ഒക്ടോബർ. അപ്പോൾ 6 months ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 10% 6 മാസത്തേക്കേ കാണാം. 1,000 ക്ലിയർ. അപ്പോൾ ടോട്ടൽ 12,000 നമ്മൾ ഡിപ്രീസിയേഷൻ കഴിച്ചു. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതുവരെ എത്തിയല്ലോ. നമ്മളിപ്പോൾ 1/4/17 ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി പരിശോധിക്കാം. അപ്പോൾ ഇവിടെ അവർ എന്താ സംഭവിച്ചേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ 1st October വാങ്ങിയ മെഷീനറി അല്ലേ. സോറി, ഓൺ 1st October 2017 നമ്മൾ 1st October 2017 1st October 2017 മെഷീനറി ബോട്ട് ഓൺ 1st October 2016 വാങ്ങിയ മെഷീനറി ഒരു വർഷം പൂർത്തിയായി അല്ലേ. നമ്മളിപ്പോൾ അടുത്ത വർഷം നമ്മൾ 1st October 2017 ആയപ്പോൾ വിറ്റു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ നിൽക്കുന്ന വർഷം എന്ന് പറയുന്നത് 1/4/2017. അപ്പോൾ ഈ വർഷമാണ് മെഷീനറി വിറ്റേക്കുന്നത്. 1st October 2017 നമ്മൾ ഈ മെഷീനറി അതാ
നമ്മളിവിടെ രണ്ടാമത് മേടിച്ച മെഷീനറി വിറ്റേക്കുന്നത് 20,000 വാങ്ങിച്ച മെഷീനറിയാണ് വിറ്റേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിൽക്കുമ്പോൾ നമുക്കിവിടെ പ്രശ്നം വന്നാൽ 16,500 വിറ്റു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വിറ്റ മെഷീനറിയുടെ അന്നത്തെ വില കണ്ടുപിടിച്ച് നമുക്ക് പ്രോഫിറ്റോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഒരു വർഷം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റൊക്കെ ചെയ്യാം. നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കരുത്. നമ്മൾ തൽക്കാലം അത് വർക്കിംഗ് ആയിട്ട് എഴുതുക. അപ്പോൾ വർക്കിംഗ് ആയിട്ട് എഴുതിയാൽ നമുക്ക് 1-2 ഗുണമുണ്ട്. ഇപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് നമ്മളിവിടെ എഴുതുക. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി സോൾഡ്. നമ്മൾ വിറ്റ മെഷീനറിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ മെഷീനറി നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെഷീനറി സോൾഡ്, മെഷീനറി വിറ്റ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് എന്നാ വാങ്ങിയത് 110.16 വാങ്ങിയത്. 110.16 അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്ര 20,000. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ 110 മേടിച്ച മെഷീനറിയാണ്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ വർഷം അപ് ടു 31/3/17 നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. 6 months ചാർജ് 1000. ബാക്കി എത്ര വന്നു 19,000. ഈ 19,000 ആണ് നമ്മുടെ ബുക്ക് വാല്യൂ ആസ് ഓൺ 1/4/17. ക്ലിയർ ആയല്ലോ. എഗെയിൻ മെഷീനറി പക്ഷേ ഏപ്രിലും കഴിഞ്ഞ് പിന്നെയും 6 months യൂസ് ചെയ്തു. 1 October വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എഗെയിൻ 6 months യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എഗെയിൻ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മളിത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. 2,000ൻ്റെ ഹാഫ് 1,000 വീണ്ടും ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 18,000 ആണ് ബുക്ക് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. അറ്റ് ദ ടൈം ഓഫ് സെയിൽ നമ്മുടെ ബുക്ക് വാല്യൂ എത്രയാണ് കാണുന്നത് 18,000. ക്ലിയർ ആയോ? അപ്പോൾ 18,000ൻ്റെ മെഷീനറി നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു 16,500. അപ്പോൾ ഐ ഗോട്ട് എ ലോസ് 1,500 ആണ് നമുക്കിവിടെ ലോസ് സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മുടെ പോസ്റ്റിംഗ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും കാര്യം, അതായത് എന്നായി സംഭവിക്കുന്നത് 110/2017. ആ 110/2000 നമ്മൾ മെഷീനറി വിൽക്കുമ്പോൾ ബൈ ബാങ്ക് കണ്ടോ 110/2007 ബൈ ബാങ്ക് 16,500. എന്നിട്ട് ബൈ പ്രോഫിറ്റ് ആ ലോസ് ഓൺ സെയിൽ 1000. ഇത് രണ്ടും എൻട്രി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വർഷം 31/3/18 അല്ലേ 31/3/18 ആകുമ്പോൾ നമ്മൾ ഇയർ എൻഡായി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് വേറെ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ രണ്ട് മെഷീൻ അവിടെ ഇരിപ്പുണ്ട് അല്ലേ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ 8,000 + 3,000 ആ രണ്ട് മെഷീയുടെ വില 8,000 + 3,000 അതിൻ്റെ രണ്ട് ഡിപ്രീസിയേഷൻ കൂട്ടിയിട്ട് അതിനോടൊപ്പം നമ്മൾ ഈ വർഷം വർക്ക് ചെയ്ത ഡിപ്രീസിയേഷൻ ഇതിനകത്തില്ല, നമ്മളിവിടെ ചെയ്തില്ലല്ലോ. വർക്ക് ചെയ്ത ഡിപ്രീസിയേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഡിപ്രീസിയേഷൻ ഫോർ 110 ഈ 1,000 ഉണ്ട്. ആ 1,000 കൂടെ ഇവിടെ ആഡ് ചെയ്യുക. 1,000 കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എഴുതാം. ഡിപ്രീസിയേഷൻ അവസാനം കാണിച്ച് ഇവിടെ ലോസ് ചെയ്യുന്ന ഇവിടെ എഴുതണമെന്നില്ല. ഡിപ്രീസിയേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ട് ഇയർ എൻഡിൽ മറ്റേ ഡിപ്രീസിയേഷൻ്റെ കൂടെ ചേർത്ത് ടോട്ടൽ 12,000. ക്ലിയർ ആയോ? ഇത് ബാലൻസ് ചെയ്യാം. ഇനി അടുത്ത വർഷം തൊട്ട് മറ്റു രണ്ട് മെഷീൻ ഉണ്ട് 11,000 8 + 3 അതെടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ സെയിൽ വന്നാൽ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്നാണോ അസറ്റ് വിൽക്കുന്നത് ആ ഡേറ്റിൽ ആ ബുക്ക് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുക, സെല്ലിംഗ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് കണ്ടുപിടിച്ച് വേണം എൻട്രി ചെയ്യാൻ. ക്ലിയർ ആയല്ലോ. ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ പ്രശ്നമില്ല. ബട്ട് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് വരുമ്പോൾ സൂക്ഷിക്കണം. അവിടെ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ കൺഫ്യൂഷൻ വരെ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഇതേ കണക്ക് തന്നെ നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ പോകണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം ടു ബാങ്ക് 80,000 ബൈ ഡിപ്രീസിയേഷൻ അല്ല, വീണ്ടും ഇവിടെ 30,000 രണ്ട് മെഷീൻ വന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ബാലൻസ് ക്യാരി ഡൗൺ ബ്രോട്ട് ഡൗൺ എഴുതിയല്ലോ. ഇനി സെക്കൻഡ് ഇയർ നമ്മൾ 110/16 അടുത്ത മെഷീൻ മേടിച്ചു അല്ലേ, 110/16 അടുത്ത മെഷീൻ മേടിച്ചു. 110/16 നമ്മൾ മെഷീൻ മേടിച്ചു ടു ബാങ്ക് 20,000. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ആദ്യത്തെ വർഷം 8,750 കുറച്ചല്ലോ. നെക്സ്റ്റ് ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്ര നിൽക്കുന്നു 101,250. ഇപ്പോൾ ഈ രണ്ട് മെഷീൻ നമ്മൾ പ്രത്യേകം കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ 10% അതാണ് ഇവിടെ ആദ്യം എഴുതാൻ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. എത്ര ബാലൻസ് കിട്ടുന്നോ ഈ ഇവിടെ ബാലൻസ് കിട്ടുന്ന ഇതിൻ്റെ ഈ ഫിഗറിൻ്റെ 10% ആണ് നമ്മളിവിടെ എടുക്കാൻ. ക്ലിയർ ആയോ? പ്ലസ് ഇതിന് നമ്മൾ സാധനം ചെയ്യുന്ന ഒക്ടോബർ വാങ്ങി 6 months ഉപയോഗിച്ചു, അതിൻ്റെ 6 monthsൻ്റെ 1,000. ക്ലിയർ ആയല്ലോ. രണ്ടും കൂടെ കൂട്ടി എഴുതാം. ഡിമിനിഷിംഗ്. അടുത്ത വർഷം നമ്മൾ വീണ്ടും ബാലൻസ് ചെയ്തു 1/4/2017 നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ വന്നു അല്ലേ, 1,10,125 വന്നു. ഇവിടെ നമ്മൾ ആ മെഷീനറി വിൽക്കുകയാണ്.
ഈ രണ്ടാമത് വാങ്ങിയ മെഷീനറി അല്ല മൂന്നാമത് നമ്മൾ ആദ്യമല്ല രണ്ടാമത് വാങ്ങിയ മെഷീനറി വിൽക്കുകയാണ്. അപ്പോൾ അത് വിൽക്കയിൽ നമുക്ക് പ്രോഫിറ്റോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം, നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്പോട്ടിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെഷീനറി 20,000 ലെസ് ഡിപ്രീസിയേഷൻ അപ് ടു 31,317. അപ്പോൾ എത്ര കിട്ടും? 19,000. അപ്പോൾ ബുക്ക് വാല്യൂ ഓൺ 1417 എത്ര നമുക്ക് കിട്ടി? 19,000. മനസ്സിലായല്ലോ? വീണ്ടും നമ്മൾ ലെസ് ഡിപ്രീസിയേഷൻ അപ് ടു 11017 അത് വരുമ്പോഴാണ് നമുക്ക് വരുന്നത്. 11017 വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 950, ഇവിടെ നമുക്ക് 19,000ൻ്റെ 10%, 6 മാസത്തേക്കേ കാണാവൂ. 19,000ൻ്റെ 10% 6 മാസം. ക്ലിയർ ആയോ? എപ്പോഴും നമ്മൾ ഇവിടെ, അതായത് ഇവിടെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാര്യം, നമ്മൾ ആദ്യത്തെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് കഴിഞ്ഞ ചെയ്തപ്പോൾ അങ്ങനെയല്ല. 20,000 1019 അടുത്ത വർഷം വീണ്ടും നമ്മൾ 1000 എടുത്തു. പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ പാടില്ല. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ വേണം 10% കാണാൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ 19,000ൻ്റെ 10,009 അതിൻ്റെ പകുതിയാണ് ഇവിടെ എടുക്കുക, 950. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഡിമിനിഷിംഗ് നമ്മൾ ശ്രദ്ധിച്ച് ഇവിടെ ഹെഡിങ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ അറ്റ് ദ ടൈം എത്ര കിട്ടി? നമുക്ക് 18,050 കിട്ടും ബുക്ക് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. നമ്മളെ സെല്ലിംഗ് പ്രൈസ് കുറക്കുമ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 1,550 ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ നമ്മളിവിടെ ഈ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി കാണുമ്പം ആദ്യത്തെ വർഷം മാത്രം ഓക്കെ, അടുത്ത വർഷം നമ്മൾ എത്ര ബാലൻസ് ആണോ 1/4 നിൽക്കുന്നത് അതിന് വേണം ഡിപ്രീസിയേഷൻ കാണാൻ. ക്ലിയർ ആയല്ലോ? അത് വെച്ചിട്ട് അപ്പോൾ ഇത്രയും ലോസ് കിട്ടി. ഇനി നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അടുത്തൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഈ 2 പോസ്റ്റിംഗ് തൽക്കാലം ചെയ്യാം. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് 16,500 അത് എഴുതി, നമ്മൾ വിറ്റ ക്യാഷ് എഴുതി, ലോസും എഴുതി, ഓക്കെ 1,550 എഴുതി. ഇനി നമുക്ക് വരുന്ന ഒരു പ്രശ്നം ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതിൻ്റെ കാരണം നമ്മൾ വി ആർ ഫോളോയിങ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്, അതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 110 125 കിടപ്പുണ്ട്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ കാണണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്, ഇവിടെ ഈ 110-25ൻ്റെ 10% എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിക്കോസ് ഈ മെഷറിക്കകത്ത് വിറ്റതും കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ബുക്ക് വാല്യൂ ഓഫ് ഈ 2 മെഷീൻ്റെയാണ്, 80,000ൻ്റെയും 30,000ൻ്റെയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ കാണാൻ നമുക്ക് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ 80,000 ഇപ്പോൾ എത്ര 1/4/2015 വാങ്ങി, അപ്പോൾ 16 17 2 വർഷം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം 8,000, പിന്നെ ഇങ്ങനെയൊക്കെ കാണണം, ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിനേക്കാളും നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫോർ റിമൈനിങ് അസറ്റ് കാണാൻ നമുക്കറിയാം ഈ 110 125 ആണല്ലോ എന്തായാലും 2017 മെഷീനറി. ഇതിനകത്ത് നമുക്കറിയാം 3 മെഷീനറി ഉണ്ടല്ലോ, 3 മെഷീനറിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൾറെഡി ഇവിടെ ഈ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ ആൾറെഡി നമ്മൾ വിറ്റ മെഷീനറിയുടെ ബുക്ക് വാല്യൂ കണ്ടുപിടിച്ചല്ലോ. 1470 നമ്മൾ വിറ്റ മെഷീനറിയുടെ ബുക്ക് വാല്യൂ ആൾറെഡി കണ്ടുവച്ചു അല്ലേ? ബുക്ക് വാല്യൂ 1470 വിറ്റ മെഷീനറിയുടെ ബുക്ക് വാല്യൂ നമുക്കറിയാം. എത്രയാ വിറ്റ മെഷീനറിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്? 19,000. ക്ലിയർ ആയോ? വിറ്റ മെഷീനറിയുടെ ബുക്ക് വാല്യൂ 1470 19,000 ആണ്. അതിനെ സംശയമൊന്നുമില്ലല്ലോ. ഇതിന് നമ്മൾ പ്രത്യേകം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിൽ നിന്ന് ഈ ഫിഗറിൽ നിന്ന് നമുക്കിവിടെ എത്രയാണോ ബാലൻസ് ബ്രോഡ് ഓൺ നിൽക്കുന്നത്, ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ? നമ്മുടെ 110ൽ നിൽക്കുന്ന കുമുലേറ്റീവ് ബാലൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് 3 മെഷീനറിയുടെ നിൽക്കുന്ന 110. അപ്പോൾ ഇതിനകത്ത് വിറ്റതിൻ്റെ നമ്മൾ പ്രത്യേകം ഡിപ്രീസിയേഷൻ കണ്ട ഫിഗർ നമ്മൾ മാറ്റിയാൽ ബാക്കിയായിരിക്കും റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് റിമൈനിങ് അസറ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാൽക്കുലേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമ്മൾ ഒരു കാൽക്കുലേഷൻ കൂടെ എഴുതേണ്ടി വരും, ഡിപ്രീസിയേഷൻ ഫോർ റിമൈനിങ് അസറ്റ്. ഇത് കണ്ടുപിടിക്കുന്നത് എന്തിനെന്ന് മനസ്സിലായല്ലോ? നമുക്ക് റിമൈനിങ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണണം. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ അവിടെ എത്ര ബാലൻസ് ഉണ്ടോ അതിനെ കാണാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 2 അസറ്റ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ 2ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 80,000 ആദ്യത്തെ വർഷം 8,000 അല്ലേ? അടുത്ത വർഷം 72,000ൻ്റെ വീണ്ടും 10%. അപ്പോൾ 8 + 7,000 കൊണ്ട് കുറച്ചിട്ട് എത്ര? അതുപോലെ 30,000 ആദ്യത്തെ വർഷം അടുത്ത വർഷം എത്ര? ഇങ്ങനെയൊക്കെ കാണണം. അതിനേക്കാളും നമുക്ക് എളുപ്പ വഴി 1417 ബുക്ക് വാല്യൂ എടുക്കുക.
അതിൽ നിന്ന് നമ്മൾ ആൾറെഡി നമ്മളിപ്പോൾ കാൽക്കുലേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് വർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ വിറ്റതിൻ്റെ 1417 ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഫിഗർ അറിയാൻ പറ്റും. ആ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ അതാണ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? ബുക്ക് വാല്യൂ ദെൻ ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് അറ്റ് 9113. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഡിപ്രീസിയേഷൻ കിട്ടി. എന്നിട്ട് ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ 9113 നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ അഡീഷണൽ വിറ്റ മെഷീൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ വർക്കിങ്ങിൽ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷൻ കൂടെ ആഡ് ചെയ്ത് വേണം ഇവിടെ എഴുതാൻ. ക്ലിയർ ആയോ? തീർന്നു. ബ്രോഡ് ഔട്ട് ചെയ്ത് ഇനി അടുത്ത വർഷം കുഴപ്പമില്ല. 82,060 10% കണ്ടുപോയാൽ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് വളരെ സൂക്ഷിക്കണം. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിതുപോലെ മിക്സ് ചെയ്ത അസറ്റ് വന്നാൽ നമുക്ക് ഈ ഇവിടെ ഈ സെയിൽ നടത്തുന്ന വർഷം ഡിപ്രീസിയേഷൻ ഫോർ റിമൈനിങ് അസറ്റ് കാണാൻ നിങ്ങൾ ഓരോ അസറ്റായിട്ട് എടുത്ത് കൂട്ടി ഇന്നത്തെ ആ ഡേറ്റ് വരെയുള്ള വില കണ്ടുപിടിക്കണം. അതിനേക്കാളും എളുപ്പ വഴി നമ്മൾ ഈ ഡേറ്റ് വരെയുള്ള ടോട്ടൽ ബാലൻസ് എടുത്തിട്ട് ടോട്ടൽ റിട്ടേൺ ഡൗൺ വാല്യൂ എടുത്തിട്ട് വിറ്റതിൻ്റെ 1417 വാല്യൂ ആണ് എടുക്കാൻ. വളരെ കെയർഫുൾ ആയിരിക്കണം. 1417 അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 1417 വാല്യൂ വേണം കുറയ്ക്കാൻ. അല്ല വിൽക്കുന്ന ഡേറ്റിലെ അല്ല. 1417 വാല്യൂ മാറ്റുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് അത് മാറിക്കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ അതിൻ്റെ 10% കണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയല്ലോ. ഇതാണ് നിങ്ങൾക്ക് ഇത് +2 സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ശരി. ഇനി നമുക്ക് +1 സ്റ്റുഡൻസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഈ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ ഈ അക്യൂമുലേറ്റഡ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു കണക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 2 രീതിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് എഗെയിൻസ്റ്റ് അസറ്റ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അസറ്റ് മേടിക്കുന്ന അസറ്റ് സൈഡിൽ അസറ്റായിട്ട് കാണിക്കാം ഫുൾ വാല്യൂവിൽ. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നുള്ള ഹെഡിൽ ലയബിലിറ്റി ആയിട്ടും കാണിക്കും. അപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് വേറെ ദോഷമൊന്നുമില്ല. ബാലൻസ് ഷീറ്റിനകത്ത് ഓവർ വാല്യുവേഷൻ ഒന്നുമില്ല. കാരണം നമ്മൾ ബാലൻസ് ഷീറ്റ് അസസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അസറ്റ് ഇപ്പോൾ 1 lakh കിടപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ അസറ്റ് മെഷീനറി അസറ്റ് സൈഡിൽ 1 lakh, ഇവിടെ ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ മെഷീനറി 30,000 ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ബുക്ക് വാല്യൂ 70 അതേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട. അസറ്റിൻ്റെ വില ഒറിജിനൽ വില അവിടെ കിടന്നൊന്നും പറഞ്ഞ പ്രശ്നമില്ല. ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നെറ്റേ കൺസിഡർ ചെയ്യുള്ളൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ചെയ്യുന്നത്. അസറ്റ് അതുപോലെ ഒറിജിനൽ വാല്യൂ ഇടും. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷം വരുന്ന ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ ലയബിലിറ്റി സൈഡിൽ അക്യുമുലേറ്റ് ചെയ്ത് അത് ക്രെഡിറ്റ് ബാലൻസാണ് കൂടി വന്നുകൊണ്ടിരിക്കും. ബട്ട് ഇനി ഏതെങ്കിലും സ്റ്റേജിൽ നമ്മൾ മെഷീനറി ഡിസ്കാർഡ് ചെയ്യുന്ന ഒരു സ്റ്റേജോ അല്ലെങ്കിൽ മെഷീനറി ഡിസ്പോസ് ചെയ്യുന്ന കേസോ ഒക്കെ വരുമ്പോൾ നമ്മൾ ക്ലബ് ചെയ്യണം. അപ്പോൾ മെഷീൻ മേടിച്ച് ഒരു ആസറ്റ് സൈഡിൽ 1 lakh കിടപ്പുണ്ട്, ലയബിലിറ്റി സൈഡിൽ നമുക്ക് മെഷീൻ ഒരു 30,000 പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഈ മെഷീനറി ഇപ്പം വിൽക്കാൻ പോകുന്നു. വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്ര എടുക്കാൻ പാടുള്ളൂ? 70. ആ 70ൽ നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? ഡിഫറൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ഇപ്പോൾ +2 സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റിൽ ഒരു കാര്യം ചെയ്തേക്കുന്ന മെഷീനറി അക്കൗണ്ട് പ്രത്യേകം 2 അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നു, മെഷീനറിയും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും. എന്നിട്ട് ഇതിലൊരു മെഷീനറി വിൽക്കുന്ന സമയത്ത് ബോത്ത് ട്രാൻസ്ഫേർഡ് ടു ഒരു പുതിയൊരു അക്കൗണ്ട് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ഓഫ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. 1 lakh അസറ്റ് സൈഡിൽ കിടപ്പുണ്ട്, 30,000 ലയബിലിറ്റി സൈഡിൽ കിടക്കും. ഇത് രണ്ടും നമ്മൾ മെഷീനറി വിൽക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരു അക്കൗണ്ട്, രണ്ടിനും ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അസറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ്, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബൈ ഡിസ്പോസൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരും ഫസ്റ്റ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടു അസറ്റ് ഡിസ്പോസലിൻ്റെ ക്രെഡിറ്റിൽ പോകും. അപ്പോൾ അവിടെ സെയിം എഫക്റ്റ് വരും. അപ്പോൾ നമ്മൾ വിറ്റ വില ബൈ ബാങ്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് റിഫ്ലക്ട് ചെയ്യും. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചില സമയത്ത് +2 എക്സാമിനൊക്കെ പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഫേം പർച്ചേസ് 3 മെഷീൻ 2 lakh 3 മെഷീൻ മേടിച്ചു അല്ലേ? ഡിപ്രീസിയേഷൻ ചാർജ് 10% per annum. ഒറിജിനൽ കോസ്റ്റ് ഈസ് അക്യൂമുലേറ്റഡ് ഇൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടോ? അതാണ് ഇവിടെ വന്ന വ്യത്യാസം. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ അസറ്റിൽ ചാർജ് ചെയ്യാതെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ അക്യൂമുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മൾ മേടിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 1 April 2015, 1/4/2017 എന്ന് പറയുന്നത് 2015-16 ക്ലോസ് ചെയ്യും. 16-17 2 വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം 3ാമത്തെ വർഷം സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ
ഇതിൽ ഒരു മെഷീനറി അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 120ക്ക് വിൽക്കുന്നു. എന്നിട്ട് ആ സെയിം ഡേറ്റിൽ ദേ പർച്ചേസ് അനദർ മെഷീൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, എനിവേ നമുക്കിത് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട അക്കൗണ്ട് ഒരു മെഷീനറി അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ മെഷീനറി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ മെഷീനറി അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ക്ലിയർ ആയോ? ഒരു മെഷീനറി അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്, 3 അക്കൗണ്ട് വരയ്ക്കണം. ക്ലിയർ ആയല്ലോ? എന്നിട്ട് നമ്മൾ ആദ്യത്തെ പോസ്റ്റിംഗ് കറക്റ്റ് തന്നെയാണ്. എ ഫേം പർച്ചേസ്ഡ് 3 മെഷീൻ ഓഫ് ₹2 lakh ഈച്ച് ഓൺ 1st April 2015. A firm purchased 3 machines of ₹2 lakh each on 1st April 2015. 2015 3 മെഷീൻ മേടിച്ചു. ഡിപ്രീസിയേഷൻ ചാർജ് 10% പെർ ആനം ഒറിജിനൽ കോസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ മെഷീൻ 3 വാങ്ങുന്നു. ആ ഫസ്റ്റ് നമുക്ക് ചെയ്യാമല്ലോ. ടു ബാങ്ക് ഇപ്പോൾ 2 lakh × 3 ആകുമ്പോൾ 6 lakh rupees മേടിച്ചു. ക്ലിയർ ആയല്ലോ? എന്നിട്ട് നമ്മൾ ഇയർ എൻഡ് ആകുമ്പോൾ ഡിപ്രീസിയേഷൻ 31/3/16 ആകും. 31/3/16 ആകുമ്പോൾ ബൈ ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ 6 lakhന്റെ എത്ര ശതമാനം ഡിപ്രീസിയേഷൻ? 10%. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷീൻ അക്കൗണ്ടിലല്ല ക്രെഡിറ്റ് ചെയ്യാൻ, അതിന് പകരം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഡിപ്രീസിയേഷൻ 60,000, 6 lakhന്റെ 10%. ക്ലിയർ ആയോ? എന്നിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ വരും. ബാലൻസ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ വരും. ഓക്കെ, ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ വരും. അസറ്റിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരും ബാലൻസ് ബ്രോ ഡൗൺ. അപ്പോൾ 6 lakh അല്ലേ? ഇവിടെ 6 lakh ബ്രോ ഡൗൺ, മറ്റേതിൽ 60,000 ക്രെഡിറ്റ്. അപ്പോൾ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 5,40,000 ആണ്. ബട്ട് രണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ലയബിലിറ്റി ആയിട്ട് നിൽക്കും. വീണ്ടും ഇവിടെ നമുക്ക് വേറെ അഡീഷൻ ഇപ്പോൾ ഒന്നും വരുന്നില്ല. അപ്പോൾ 16ലും ഇവിടെ വേറെ ചേഞ്ച് ഒന്നുമില്ല. അത് അതുപോലെ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ഡൗൺ എഴുതുക. അപ്പോൾ അടുത്ത വർഷം ഇവിടെ 6 lakhൽ തന്നെ നിൽക്കും. ബട്ട് ഇവിടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ സംബന്ധിച്ച് സെക്കൻഡ് ഇയറിൽ വീണ്ടും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം അല്ലേ? അടുത്ത 31/3/17 വീണ്ടും ബൈ ഡിപ്രീസിയേഷൻ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ 60,000 തന്നെ വരും. വീണ്ടും ചാർജ് ചെയ്തു. അപ്പോൾ 1,20,000. ഇവിടെ നമ്മൾ ബാലൻസ് എത്രയായിട്ട് മാറി? 120 ആയിട്ട് കൂടി. ക്ലിയർ ആയല്ലോ? ക്ലോസിംഗ് ബാലൻസ് 120 ആയിട്ട് മാറി. അപ്പോൾ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ. ക്ലിയർ ആയല്ലോ? നമ്മൾ 1/4/2017 അപ്പോൾ ഇതുവരെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ആദ്യം നമ്മൾ മെഷീനറി മേടിച്ചു ടു ബാങ്ക് 6 lakh ബൈ ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യുക. അടുത്ത വർഷം ക്യാരി, ബിക്കോസ് അവിടെ വേറെ ചേഞ്ച് ഒന്നുമില്ല. ബിക്കോസ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സെപ്പറേറ്റ് അക്കൗണ്ടിലാണ്. ഇനി അടുത്തത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ആദ്യത്തെ വർഷം 31/3/16 ബൈ ഡിപ്രീസിയേഷൻ 60,000 ക്ലോസ് ചെയ്യുക. വീണ്ടും ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ. അടുത്ത വർഷം വീണ്ടും ഡിപ്രീസ്. അപ്പോൾ രണ്ടാമത്തെ വർഷം നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ബാലൻസ് 1,20,000 നിൽക്കുകയാണ്. ഇപ്പോഴാണ് അവരെന്താ ചെയ്തേക്കുന്നത്? ഇതിനകത്തുള്ള ഒരു മെഷീനറി, നമ്മൾ 2 മെഷീൻ മേടിച്ചാൽ ഒരു മെഷീനറി 1/4/2017 ആയപ്പോൾ വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു? 2,50,000 വിറ്റു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെഷീൻ്റെ വാല്യൂ എത്ര? 2 lakh. അപ്പോൾ 2 lakh നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ നിന്ന് ഈ 2 lakhന് നമ്മൾ ട്രാൻസ്ഫർ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ മെഷീൻ അക്കൗണ്ടിൽ തന്നെ അത് സെറ്റ് ഓഫ് ചെയ്യാം. അവിടെ വേണമെങ്കിൽ സെറ്റ് ഓഫ്. ഇതിപ്പോൾ നമുക്ക് വേറെ അക്കൗണ്ടിലോട്ട് മാറ്റുന്നതുകൊണ്ട് നമുക്ക് വേറെ ദോഷമൊന്നുമില്ല. അതാകുമ്പോൾ നമുക്ക് കുറേ കൂടെ സൗകര്യമായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ മെഷീനിൽ നിന്ന് ഈ നമ്മൾ 2 lakh ടു ബി ട്രാൻസ്ഫേർഡ് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്, ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ അവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ ബൈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ബൈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ക്ലിയർ ആയോ? അപ്പോൾ ഇത് എഴുതുന്ന ട്രാൻസ്ഫർ ചെയ്യേണ്ട റീസൺ മനസ്സിലായത്, നമ്മൾ ഈ അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വേറെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് എവിടെ വരും? അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് അല്ലേ? അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരും. ടു മെഷീനറി 2 lakh വന്നല്ലോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ വിറ്റ മെഷീൻ്റെ അസറ്റ് ഇവിടെ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും പ്രൊവിഷൻ കിടന്നാലും നമ്മൾ വിൽക്കുന്ന സമയത്ത് 2 സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 2 lakhന്റെ കറസ്പോണ്ടിങ് ഡിപ്രീസിയേഷൻ ആൾസോ ടു ബി ട്രാൻസ്ഫേർഡ് ടു അസറ്റ് ഡിസ്പോസ്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ കിടക്കുന്നത്. 60,000 മൊത്തം 1,20,000 കിടപ്പുണ്ട്. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. 2 lakhന്റെ ഒരു മെഷീൻ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ എത്ര വരും? 20 + 20 40,000. ആ 40,000 നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം?
ടു ബി ട്രാൻസ്ഫേർഡ് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മൾ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്, ടു അസറ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞ് 40,000 ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൻ്റെ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊവിഷൻ. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ പർപ്പസ് സെർവ് ആയല്ലോ. നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റും ഡിപ്രീസിയേഷൻ ഒരേ അക്കൗണ്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 2 lakh minus 40 160 ആണ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ അല്ലേ. നമ്മളിവിടെ എത്ര രൂപയ്ക്ക് വിറ്റു? ബൈ ബാങ്ക് 120ക്ക് വിറ്റു. അപ്പോൾ ഡിഫറൻസ് ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്ത ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലോസ് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അസറ്റ് ഇവിടെയും വന്നു, മറ്റേ ലയബിലിറ്റി വന്നു. ബൈ ബാങ്ക് ബാലൻസ് ഫിയർ വിൽ ബി ട്രീറ്റഡ് ആസ് പ്രോഫിറ്റ് ഓർ ലോസ്. അങ്ങനെ നമുക്ക് എടുക്കാം. മനസ്സിലായല്ലോ? പ്രോഫിറ്റ് ഓർ ലോസ്, ബാലൻസിങ് ഫിയർ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ടു മെഷീനറി ഇവിടെ ബൈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 40,000 എഴുതി, ബൈ ബാങ്ക് 1,20,000 എഴുതിയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. 2,40,000 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ലോസ് കണ്ടുപിടിക്കാൻ അല്ലാത്ത വഴി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 lakhൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസ് 140 ആണുള്ളത്. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് സെയിൽ എന്ന് പറയുന്നത് 160 ആണ്. 120ക്ക് വിറ്റു, 40 ഈസ് എ ലോസ്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? ഇതാണ് അസറ്റ് ഡിസ്പോസൽ. അപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ മെഷീനറി വല്ലതും ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും ഒരു പ്രത്യേക അക്കൗണ്ട്, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് വരച്ചാൽ നമുക്ക് കുറേ കൂടെ തെറ്റാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ടിൽ കൊണ്ടുവന്ന് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതിനേക്കാളും ഇത് സൗകര്യമായിട്ട് ഇതായിരിക്കും കുറേ കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇടാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഫിക്സഡ് അസറ്റിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, പിന്നെ അഡീഷൻ വരികയാണെങ്കിലുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർക്ക് വരുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ, നമ്മളൊരു അസറ്റ് ഡിപ്രീസിയേഷൻ ഇപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമ്മൾ ചെയ്ത് വന്നിട്ട് ഒരു പീരീഡ് എത്തുമ്പം ദേ ഷിഫ്റ്റഡ് ടു അനദർ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഫോളോ ചെയ്തു. ആഫ്റ്റർ 2 years ആയപ്പോൾ അവർ ദേ ഡിസൈഡഡ് ടു ചേഞ്ച് ദ മെത്തേഡ് ഇൻ ടു ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, അതിനകത്ത് വേറെ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു അസറ്റ് 1 lakhന് വാങ്ങി, 10% ഡിപ്രീസിയേഷൻ, ആദ്യത്തെ 10,000, രണ്ടാമത്തെ 20,000, ഇപ്പോൾ 80,000 ബാലൻസ് ബ്രോഡുകൊണ്ടിരിക്കണം. അവർ പറയുന്നത് ഇവിടെ തൊട്ട് അവർ നമ്മൾ ഡിമിനിഷിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 80യുടെ 10% കണ്ടങ്ങ് പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു, നമ്മൾ ഡിമിനിഷിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ കാൽക്കുലേഷനൊന്നും മാറ്റം വരില്ല. പിന്നെ പൊള്ളി എഫക്റ്റ് വരുന്ന അവർ റിട്രോസ്പെക്റ്റ് എഫക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡും അവർ റിട്രോസ്പെക്റ്റ് എഫക്റ്റ് ഏത് മെത്തേഡിൽ ചേഞ്ച് ചെയ്ത മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് നമ്മൾ പി ആൻഡ് ഡെബിറ്റിലോ ക്രെഡിറ്റിലോ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇനിയും ഇതാണ് നമുക്ക് ആദ്യം ഇപ്പോൾ ഒരു അസറ്റ് നമ്മൾ ഇങ്ങനെ മാറുന്നത്. ഇനി സപ്പോസ് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakhന് വാങ്ങി, നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് ഫോളോ ചെയ്ത് നിൽക്കുക. സപ്പോസ് 10% ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് ഫോളോ ചെയ്തത്. അപ്പോൾ നമ്മൾ 2 years കഴിഞ്ഞു. ആദ്യത്തെ വർഷം 10,000 പോയി, അടുത്ത വർഷം 9,000 കുറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ 81,000 നിൽക്കുകയാണ്. മൂന്നാമത്തെ വർഷം ഇവിടെ വെച്ചിട്ട് അവർ ഡിസൈഡ് ചെയ്യണം ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ പേരിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. ഒറിജിനൽ കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് വർക്കൗട്ട് ചെയ്യേണ്ട ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെഷീനറി. അപ്പോൾ നമ്മൾ 1 lakhൻ്റെ മെഷീൻ മേടിച്ചു, 2 വർഷം ഡിമിനിഷിംഗ് ബാലൻസ് ഫോളോ ചെയ്തു. ഓക്കെ ഫൈൻ, നമ്മളിപ്പോൾ 81ൽ നിൽക്കുകയാണ് ബാലൻസ്. ഇവിടെ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 10% ഓഫ് 1 lakh ആൻഡ് നോട്ട് 81,000. ക്ലിയർ ആയോ? ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണ ഞാൻ ഈ പറഞ്ഞ ഫിക്സഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നിട്ട് ചേഞ്ച് വരുന്നത് എനിക്കൊന്ന് ബികോം സ്റ്റുഡൻസിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ അവർ കെയർഫുൾ ആയിരിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫിക്സഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലവണ്ണം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏത് സ്റ്റുഡൻസിനും ഒരു പ്രോബ്ലം തെറ്റാതെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ബൈ.